ജാസ് ഫോട്ടോഗ്രാഫിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കരിമീൻ വറുത്ത് കഴിക്കാത്തവരോ കരിമീൻ കറി വെച്ച് കഴിക്കാത്തവരോ നമ്മളിൽ ആരും തന്നെ കാണില്ലല്ലോ. എന്നാലില്ലേ, കരിമീൻ പൊള്ളിച്ചിട്ട് കറി ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടാക്കി കഴിച്ചാൽ ആ സ്വാദ് നമ്മൾ ഒരിക്കലും മറക്കില്ല. മുളക് പൊടിയും മഞ്ഞളും ഉപ്പും നാരങ്ങാനീരും ചേർത്ത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്ത കരിമീനാണിത്. ഓയിൽ വളരെ കുറച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഫ്രൈ ചെയ്തെടുത്ത കരിമീൻ ഓരോന്നും ഇതുപോലെ തന്നെ 2 പീസ് വീതമാക്കി കട്ട് ചെയ്ത് എടുക്കണം. കരിമീൻ ഫ്രൈ ചെയ്ത തവയിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ആഡ് ചെയ്ത് കടുക് ഉലുവയും ഇട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന മാതിരി തന്നെ പൊട്ടിച്ചെടുക്കുക. ചെറുതായി അരിഞ്ഞ 1 കഷ്ണം ഇഞ്ചിയും 10-12 അല്ലി വെളുത്തുള്ളിയും കൂടി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം 1 സവോള ചെറുതായി അരിഞ്ഞതും അതിൻ്റെ കൂടെ തന്നെ 2 തക്കാളി ചെറുതായി നുറുക്കിയതും ഇട്ട് നന്നായി ഫ്രൈ ചെയ്യുക. കറിവേപ്പിലയും പച്ചമുളകും ആഡ് ചെയ്യുക. തക്കാളിയും സവോളയും എണ്ണയ്ക്കകത്ത് കുറച്ചൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് പച്ചമണം മാറുന്നത് വരെ ഈ എണ്ണയ്ക്കകത്തിട്ട് വഴറ്റണം. 1 ചെറുനാരങ്ങ വലിപ്പത്തിലെടുത്ത വാളംപുളി പിഴിഞ്ഞ ആ പുളിവെള്ളവും പിന്നീട് ആവശ്യത്തിനുള്ള പച്ചവെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഫ്രൈ ചെയ്ത് കട്ട് ചെയ്തെടുത്തേക്കുന്ന കരിമീനുണ്ടല്ലോ, അത് സാവധാനം ഈ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്യണം. വെള്ളം ഫുള്ള് വറ്റിയെ ഈ ഗ്രേവി എല്ലാം മീനെ നന്നായിട്ട് പിടിക്കും. അതിനുശേഷം മാത്രമേ സ്റ്റൗ ഓഫ് ചെയ്യാവൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ജയ് ഹിന്ദ്.